എന്താടാ ചിത്തു മുഖത്തൊരു പവർ കട്ട്? ചെന്നിത്തല സാറിനെ വെള്ളാപ്പള്ളി ഇങ്ങനെ വാരിക്കോരി പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ ആ പുകഴ്ത്തല് കിട്ടിയ തിരക്കടില്ലാന്ന് ഒരാൾക്കൊരു പൂതി. തീർച്ചയായിട്ടും 100%. അപ്പൊ വെള്ളാപ്പള്ളിയുടെ അഭിനന്ദനങ്ങള് നമ്മളും ആഗ്രഹിക്കുന്നുണ്ടല്ലേ? നല്ല കാര്യല്ലേ? അല്ല, അതിപ്പോ എന്തേ പറ്റിയ അഭിനന്ദനം കിട്ടിയത് ചെന്നിത്തലക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത്ര സന്തോഷം? കോൺഗ്രസിന്റെ ഏത് നേതാവും UDFന്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിന്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും UDFനുമാണ്. അപ്പൊ സതീശേട്ടനും ഈ അഭിനന്ദനം വേണം. എല്ലാവർക്കും വേണ്ടേ? അങ്ങനെ അഭിനന്ദനം കിട്ടാനുള്ള ടെക്നിക്ക് പഠിക്കാൻ സതീശേട്ടനും തീരുമാനിച്ചു. അതിനു വേണ്ടി അതിൻ്റെ ട്രിക്ക് എന്താന്ന് ചെന്നിത്തലനോട് ചോദിച്ച് മനസ്സിലാക്കിയാലും പ്രശ്നമില്ല എന്നാണ് മൂപ്പരപ്പത്തെ കണ്ടീഷന്. അതിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതെന്നെ ടെക്നിക്ക? ലൈം ലൈറ്റിൽ ലൈവായിട്ട് നിൽക്കണം. അങ്ങനെ ചില പൊടിക്കൈകൾ പുറത്തെടുക്കാൻ സതീശേട്ടൻ റെഡിയായി. പ്രത്യേകിച്ച് NSSനെ ഞാൻ അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട്. നടേശേട്ടാ, സതീശേട്ടന് ഇപ്പൊ പറയണ പോലെയൊക്കെ പറഞ്ഞാല് നിങ്ങൾ ചെന്നിത്തലനെ അഭിനന്ദിച്ച പോലെ മൂപ്പരി അഭിനന്ദിക്കുവോ? അത് ഏതിനും ഭാഗ്യം എന്ന് പറഞ്ഞാൽ വേണം. അത് മൊത്തമേ കോൺഗ്രസ് തന്നെ കണ്ട കക്ഷിനെയാണ്. അതെന്താ നിങ്ങൾക്ക് മൂപ്പരെയും കൂടെ ഒന്ന് നന്നാക്കി പറഞ്ഞാല്? പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. അപ്പൊ അതാണ് പ്രശ്നം. നമ്മളത് നോക്കും, നമ്മളത് പരിശോധിക്കും. അപ്പൊ അത് മൂപ്പര് പരിശോധിച്ചോളും. പിന്നെ എന്തൊക്കെ മാറ്റേണ്ടത്? ചെന്നിത്തലനെ അഭിനന്ദിച്ച പോലെ നിങ്ങൾ മൂപ്പരെ അഭിനന്ദിക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? രമേശന് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറെ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സതീശേട്ടാ, നിങ്ങൾ ഒന്നും ഇങ്ങോട്ട് അയഞ്ഞു കൊടുത്തളി. കാരണം ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും വരെ തിരക്കടില്ല എന്ന് മൂപ്പര് പറഞ്ഞു വെക്കുന്നുണ്ട്. രമേശ് എന്താ കുറവ്? മുഖ്യമന്ത്രിയായി കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസിനകത്ത് ഉറപ്പിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാൾ. ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എന്ത് ചർച്ചയാണെങ്കിലും ഒരു മുഖ്യമന്ത്രിനെ കോൺഗ്രസിൽ നിന്ന് മൂപ്പര് ആലോചിക്കുന്നുണ്ട്. എടാ, കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ 3ാമത് ഭരണത്തിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ UDF അധികാരത്തിലെത്തും 2026-ൽ, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. സതീശേട്ടാ, അത്രക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ വരട്ടെ. മൂപ്പര് തീർത്ത് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പൊ എങ്ങനെ സന്തോഷിക്കണോ? നമ്മളത് നോക്കും, നമ്മളത് പരിശോധിക്കും. ആരെന്ത് പറഞ്ഞാലും പരിശോധിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഭരണം കിട്ടിയാൽ മതി.